അതായത് ഒരു വീട്ടിൻ്റെ സിറ്റ് ഔട്ട് എടുക്കുക. സിറ്റ് ഔട്ട് സിറ്റ് ഔട്ടിൽ ഈ ഭാഗത്തായിട്ട് ഡോറ്, അത് ഹാളിലേക്ക് പ്രവേശിക്കാനുള്ള ഡോർ. അങ്ങനെയാണെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ സ്വിച്ച് നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. അതായത് സിറ്റ് ഔട്ടിലൊരു സിക്സിൻ്റെയോ അല്ലെങ്കിൽ 8-ൻ്റെയോ ഒരു ബോക്സ്. ഇനി സിറ്റ് ഔട്ടിൽ എത്ര പോയിൻ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫാൻ പോയിൻ്റ്, നടുക്കൊരു ഫാൻ പോയിൻ്റ്, പിന്നെ ഒരു ട്യൂബ് ലൈറ്റ്, പിന്നെ ഈ സൈഡിലൊരു ആംഗിൾ ബാറ്റൺ, പിന്നെ വേണമെങ്കിൽ ഒരു ഷോ ലൈറ്റ്. അപ്പോൾ 1, 2, 3, 4. സിറ്റ് ഔട്ടിൽ പ്ലഗ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വേണ്ട. കഴിയുന്നത്ര പ്ലഗ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ 6-ൻ്റെ അല്ലെങ്കിൽ 8-ൻ്റെയോ ബോക്സ് ഉപയോഗിക്കാം. 6-ൻ്റെ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 6 സ്വിച്ച്, അതാണ് അതിൻ്റെ 6 മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ 6 സ്വിച്ചാണ് അതിൻ്റെ അകത്ത്. ഇവിടെ എത്ര? 1 ഒരു സ്വിച്ച്, ട്യൂബ് ലൈറ്റിനൊരു സ്വിച്ച്, ഷോ ലൈറ്റിനൊരു സ്വിച്ച്, പിന്നെ ഫാന് ഇതിനനുസരിച്ചിരിക്കും. ഡിമ്മർ 2 തരം ഡിമ്മറുണ്ട്. ഒന്ന് സോക്കറ്റ് ടൈപ്പ് ഫാൻ ഡിമ്മറും, പിന്നെ ഒന്ന് സ്വിച്ച് ടൈപ്പ് ഫാൻ ഡിമ്മറും. സോക്കറ്റ് ടൈപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 സ്വിച്ചിൻ്റെ സ്പേസ് പോകും. സ്വിച്ച് ടൈപ്പ് ആണെങ്കിൽ 1 സ്വിച്ചിൻ്റെ സ്പേസ്. അത് അനുസരിച്ച് വേണം അത് കണക്ക് കൂട്ടാൻ. അപ്പോൾ ഇവിടെ സോക്കറ്റ് ആണെങ്കിൽ സോക്കറ്റ് ടൈപ്പ് ഫാൻ ഡിമ്മർ, പിന്നെ അത് കഴിഞ്ഞിട്ട് 1 സ്വിച്ച്. അപ്പോൾ തന്നെ 1, 2, 3, 4, 5, 6. ഇനി സാധാരണ ഈ ഫ്രണ്ടിലായിട്ട് ഒരു 2-വേ സ്വിച്ചും കൂടെ വേണമെങ്കിൽ കൊടുക്കാം. കാര്യം അകത്തെ ലാമ്പ് പുറത്ത് നിന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്, ഹാളിൻ്റെ അകത്തുള്ള ലാമ്പ്. അപ്പോഴങ്ങനെ അത് 6-ൻ്റെ അത് ഉൾപ്പെടുത്തണമെങ്കിൽ ഈ ഫാൻ ഡിമ്മർ എന്താക്കണം, സ്വിച്ച് ടൈപ്പാക്കി കൊടുക്കണം. അത് BLDC അല്ലേ, ബ്രഷ്ലെസ് ഡയറക്റ്റ് കറണ്ട്. ഇതിനൊക്കെ റിമോട്ടുള്ള ഫാനൊക്കെ ആണെങ്കിൽ ഈ ഡിമ്മറിൻ്റെ ആവശ്യമില്ല. ഡിമ്മർ ആവശ്യമുള്ള ഫാനും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ 6-ൻ്റെയോ 8-ൻ്റെയോ ഒരു ബോക്സ് പ്ലേസ് ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ തന്നെയാണ് ഒരു ഭാഗത്തായിട്ട് വലതോ ഇടതോ ഭാഗത്തായിട്ട് ഒരു കാളിംഗ് ബെല്ല്. കാളിംഗ് ബെല്ലിന് സാധാരണ 2 മോഡുലാറിൻ്റെ ബോക്സ്. കാളിംഗ് ബെല്ലിന് ഉപയോഗിക്കുന്ന 2 മോഡുലാറിൻ്റെ ബോക്സ്. കാളിംഗ് ബെല്ലിൻ്റെ അകത്തും ഇതേപോലെ സ്വിച്ച് ടൈപ്പ് കാളിംഗ് ബെല്ലും ഉണ്ട്, സോക്കറ്റ് ടൈപ്പും ഉണ്ട്. അതായത് വീതി കൂടി, ഇതിപ്പം സോക്കറ്റ് ടൈപ്പാണ്, വീതി കൂടിയത്. അപ്പോൾ 2 സ്വിച്ചിൻ്റെ സാധനം. അതല്ല സ്വിച്ച് ടൈപ്പ് കാളിംഗ് ബെല്ലും ഉണ്ട്. അപ്പോൾ ഏത് ഉപയോഗിച്ചാലും ശരി തന്നെ 2 മോഡുലാറിൻ്റെ ഒരു ബോക്സ് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഈ കാളിംഗ് ബെല്ലിൻ്റെ അകത്തേക്ക് ഫേസ് വേണം, പിന്നെ അതേപോലെ തന്നെ ന്യൂട്രൽ വേണം. കാര്യം ഇൻഡിക്കേറ്റർ ഉണ്ട് ന്യൂട്രൽ. അപ്പോൾ ഇൻഡിക്കേറ്റർ കത്തണ ന്യൂട്രൽ വേണം. പിന്നെ എർത്തും വേണം. പിന്നെ മെറ്റൽ ബോക്സുകൾ എർത്ത് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എർത്തും വലിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വിച്ച് ഫേസ് വന്ന് നേരെ കാളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ കയറി, എന്നിട്ട് അതിൻ്റെ ഔട്ട് നേരെ ബെല്ലിലേക്ക് പോകും. പക്ഷേ ഈ പോകുന്ന ഈ വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം സിറ്റ് ഔട്ടിൻ്റെ ബോക്സിനകത്ത് വന്ന് കയറും, പിന്നെ അവിടെ നിന്ന് നേരെ അങ്ങ് ചിലപ്പോൾ അങ്ങ് DV പോയി വീഴും, പിന്നെ അവിടെ നിന്ന് വേറൊരു ബോക്സിൽ വന്ന് കയറും അല്ലേ, പിന്നെ അവിടെ നിന്ന് നേരെ വന്നിട്ട് ബെല്ല്.
അപ്പോൾ ഇത് ഇങ്ങനെ ഈ വയറിങ്ങനെ പോകുന്നതെല്ലാം കൈ ഉടനെ തന്നെ അങ്ങ് ജോയിൻ ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ പിന്നെ അത് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ പല കളർ ഉപയോഗിക്കും. ഈ വയർ ചിലപ്പോൾ റെഡായിരിക്കും, ഈ വയർ ചിലപ്പം ബ്ലൂ ആയിരിക്കും. ഇങ്ങനെ പല കളേഴ്സൊക്കെ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇത് ജോയിൻ ചെയ്ത് അപ്പോഴപ്പോഴ് ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. ഇതുപോലെ അങ്ങ് ജോയിൻ ചെയ്തെല്ലാം DBക്കകത്തും എല്ലാം അങ്ങ് ജോയിൻ ചെയ്ത് വെച്ചാൽ. പിന്നെ ഈ കാളിംഗ് ബെല്ലിനായിട്ട് പ്രത്യേക ഒരു പോയിൻ്റ്, ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ജംഗ്ഷൻ്റെ സൈഡിൽ നിന്നൊരു പൈപ്പ് ഇങ്ങനെ വെട്ടി മാറ്റി കഴിഞ്ഞാൽ ആ ജംഗ്ഷനോട് ചേർന്ന് തന്നെ ഈ ബെല്ലും അങ്ങ് ഇരിക്കും. പിന്നെ ന്യൂട്രൽ. ഇനി ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇൻഡിക്കേറ്റർ സ്വിച്ചിൻ്റെ മുകളിൽ തന്നെ കൊടുക്കുക. പിന്നെ ന്യൂട്രൽ ഇവിടെയും കൊടുക്കുക. അതായത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മാത്രം